ഹെലികോപ്റ്ററിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആവോലിയെക്കുറിച്ച് പറയുകയും ആവോലിയെക്കുറിച്ച് ചോദ്യം കേൾക്കുമ്പോൾ ചൂര എന്ന് പറയുകയും ചെയ്യുന്ന നിലവാരത്തിലേക്ക് എങ്ങനെ കേരളത്തിൽ, അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടല്ലല്ലോ രാഷ്ട്രീയമായ മറുപടിയാണല്ലോ നമ്മൾ കേട്ടത്, എങ്ങനെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ മാറാൻ കാരണം ഒരൊറ്റയാളാണ്. ശ്രീ വി ആർ അനൂപ് പറയുന്ന കാര്യം, കുറച്ചുകൂടി നല്ല പ്രതിപക്ഷം വി ഡി സതീശൻ സർക്കാർ അർഹിക്കുന്നുണ്ട്. വിഷയദാരിദ്ര്യമാണ് നിങ്ങൾക്ക്, അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഭക്ഷണത്തെ പോലും നിങ്ങൾ അതിന് നേരെ പോലും നിങ്ങൾ വിരൽ ചൂണ്ടുന്നതെന്നാണ്. അതെ, അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ, പ്രതികരണങ്ങൾ എന്നിൽ മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നു അന്തസ്സുള്ള നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന മലയാളി പ്രേക്ഷകർക്കിടയിൽ ഒരല്പം ചിരി പടർത്താൻ കാരണമായിട്ടുണ്ടെന്നാണ് ഞാൻ സത്യസന്ധമായും കരുതുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ ചില വാദങ്ങളിലേക്ക് വരാം. അതിന് തൊട്ടു മുമ്പ് നമ്മൾ കാണേണ്ടത്, ഈ കാര്യത്തിൽ അദ്ദേഹം ആവർത്തിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നത്? നിങ്ങൾ വിമർശിക്കുമ്പോൾ അങ്ങയുടെ ചോദ്യത്തിന് മറുപടിയായി അങ്ങ് ചോദിച്ചത് ആകാശമാർഗം പറക്കാൻ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററിനെ സംബന്ധിച്ചാണെങ്കിലും അദ്ദേഹം പറഞ്ഞത് തീൻമേശയിലെ ആവോലിയെക്കുറിച്ചാണ്. ആവോലിയെക്കുറിച്ചുള്ള ചോദ്യം എന്നാൽ ആവാമെന്ന് പറയുമ്പോൾ അദ്ദേഹം നേരെ ചൂരയിലേക്ക് കടന്നു. ഹെലികോപ്റ്ററിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആവോലിയെക്കുറിച്ച് പറയുകയും ആവോലിയെക്കുറിച്ച് ചോദ്യം കേൾക്കുമ്പോൾ ചൂര എന്ന് പറയുകയും ചെയ്യുന്ന നിലവാരത്തിലേക്ക് എങ്ങനെ കേരളത്തിൽ, അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടല്ലല്ലോ രാഷ്ട്രീയമായ മറുപടിയാണല്ലോ നമ്മൾ കേട്ടത്, എങ്ങനെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ മാറാൻ കാരണം ഒരൊറ്റയാളാണ്. എന്തുകൊണ്ടാണ്? ആ ആൾ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. പ്രതിവാര നുണപറയൽ പരിപാടിയായി അദ്ദേഹത്തിന്റെ ഓരോ തവണത്തെയും വാർത്താ സമ്മേളനങ്ങൾ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ഏർപ്പാട് മാറുകയാണ്. അങ്ങ് ആലോചിച്ചു നോക്ക്. അങ്ങ് തന്നെ പ്രധാനപ്പെട്ടതായി നമ്മൾ എല്ലാവരും കണ്ടത്, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും മറ്റും കാലയളവിൽ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത് കേരളത്തിലെ മാധ്യമങ്ങളുടെ കൂടെ സഹായത്തോടുകൂടെ കേരളത്തിൽ ആർഭാടത്തിന്റെയും ധൂർത്തിന്റെയും ആകെ പ്രതീകമായി നമ്മുടെ നാട് ചർച്ച ചെയ്തതാണ്. പക്ഷേ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷ്വൽസിൽ, ആർക്കൈവുകളിൽ, വാർത്തകളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു സ്വകാര്യ യാത്രയ്ക്കായിട്ട്, ഔദ്യോഗിക യാത്ര എന്ന വ്യാജേനയെങ്കിലും അമ്മായിയച്ഛനെ കാണാൻ പോകുന്ന സ്വകാര്യ ഏർപ്പാടിനായിട്ട് കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതായി നമ്മുടെ ആരുടെയെങ്കിലും ഡൊമൈനിലുണ്ടോ? അപ്പോൾ ഇന്നലത്തെ 2 ദിവസം മുമ്പത്തെ മുഖ്യമന്ത്രിയുടെ പ്രതിവാര നുണപറയൽ പരിപാടിയിൽ പറയുന്നു അത് കൊച്ചിയിലുള്ള ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടി പോയതാണ്. അങ്ങേക്ക് വ്യക്തിപരമായ ഓർമ്മയില്ലേ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ബഹുമാനിയനായ മാധ്യമ പ്രവർത്തകൻ. നമ്മുടെ എല്ലാവരുടെയും ചരിത്രത്തെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. ഇന്ത്യയിലെ നിലവിൽ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ട് എന്ന് കരുതപ്പെടുന്ന പ്രഥമ ബിസിനസ് മുതലാളി എന്ന് പറയുന്നത് ആരാണ്? അത് അദാനിയും സംഘവുമാണ്. ആ അദാനിയും സംഘവും കേരളത്തിൽ ഒരു നിക്ഷേപം നടത്താൻ വേണ്ടി വന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെയും കാണുകയും അതോടൊപ്പം അന്നത്തെ മുഖ്യമന്ത്രിയെ കാണുന്നു, മറ്റ് മന്ത്രിസഭാംഗങ്ങളെ കാണുന്നു, പ്രതിപക്ഷ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു എന്ന കാരണത്താൽ CPIMന്റെ നേതൃപദവി അലങ്കരിക്കുന്നവരെ കാണാൻ AKG സെന്ററിൽ വരുന്നു, പോകുന്നു. ഇല്ലേ? ആരെക്കുറിച്ചാണ് പറയുന്നത്? ചെറിയ മുതലാളിയല്ല, വർത്തമാനകാല ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ബിസിനസ് നെക്സസിന്റെ കൂടെ പ്രതീകമായിട്ടുള്ള അദാനി സംഘത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഇതിനേക്കാൾ വലിയ മുതലാളിയാണോ മുഖ്യമന്ത്രിയെ ഞാൻ വരച്ച വരയിൽ, ഞാൻ വിളിക്കുന്ന സമയത്ത്, ഞാൻ പറയുന്ന സ്പോട്ടിൽ വിളിച്ചു വരത്തി കാണാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അങ്ങനെ വിലക്കെടുക്കാൻ കഴിയുന്ന മുതലാളി ഏതാണ്? സാധാരണഗതിയിൽ ഇങ്ങനെ മന്ത്രിമാരും മറ്റു സംഘവും ഒക്കെ ഇൻവെസ്റ്റേഴ്സിനെ കാണാറുണ്ട്. ഇരിക്കട്ടെ, ഇവർ പറയുന്ന ഭാഗികമായ നുണ ഒരു വാദത്തിന് വേണ്ടി സത്യമായി വിശ്വസിച്ച് നമ്മളൊരു തർക്കത്തിന് ഉപയോഗിച്ചാലോ? അങ്ങനെ ഒരു ഇൻവെസ്റ്ററെ കാണാൻ പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ആരൊക്കെ വേണം? സാധാരണഗതിയിലുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറി ഉണ്ടാകാം, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരുണ്ടാകാം, ഇതുമായി ബന്ധപ്പെട്ട വ്യവസായ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ടാകാം. അങ്ങനെയാണ് ഇന്നയോളമുള്ള ഏറ്റവും വലിയ ദാവോസിലെ അടക്കം ബിസിനസ് മീറ്റിൽ ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരും യൂണിയൻ മന്ത്രിസഭാംഗങ്ങളും പങ്കെടുക്കുന്നത്. അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് പോയി ഒരാളുമായി കരാറിലെത്തിയിട്ട് പിന്നീട് അതിന്റെ ഫോളോ അപ്പ് എത്തും, ആര് നടത്തും? ഈ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ പണികളും മാറ്റി വെച്ചിട്ട് നമ്മളെന്ന് പറഞ്ഞ നിക്ഷേപം എന്തായി, അത് നിങ്ങൾ മുടക്കാൻ തയ്യാറാണോ? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുന്ന പണിയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളത്? അതിനു വേണ്ടിയിട്ടാണ് ബ്യൂറോക്രസി. അതിനെ ചലിപ്പിക്കേണ്ട ഉത്തരവാദിത്തമാണ്, നേർവഴിക്ക് ചലിപ്പിക്കേണ്ട ഉത്തരവാദിത്തമാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്, രാഷ്ട്രീയ നേതൃത്വത്തിനുള്ളത്. എന്ത് ഉത്തരവാദിത്വം ഇദ്ദേഹം നിർവഹിച്ചു എന്നാണ് പറയുന്നത്? എന്നിട്ട് പറയുന്നു അന്ന് പോയത് ഇൻവെസ്റ്ററെ കാണാനാണ്. ഇന്ന് പറയുന്നത് എന്താണ്? ഇന്ന് പോയത് കൊച്ചിയിൽ പോയത് കൊണ്ടൊരു ഇൻവെസ്റ്ററെ കണ്ടുവെന്നാക്കി മാറ്റി. ഞാൻ പറയുന്നു, ഈ ചുരുങ്ങിയ സമയത്തിനിടയിൽ എത്രയോ സംവാദങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ വിമർശിക്കുമ്പോൾ ഇതേ നിലവാരത്തിൽ കോൺഗ്രസിന്റെ പല പ്രമുഖരും പറയാറുണ്ട്, എന്താണ് ഇതൊരു ഹണിമൂൺ പീരീഡ് അല്ലേ, ഇതൊരു കൂളിംഗ് പീരീഡ് അല്ലേ, ഇങ്ങനെയൊക്കെ സർക്കാരിനെ മുഖ്യമന്ത്രിയെ വിമർശിക്കാനുള്ള സമയമായോ? എന്തുകൊണ്ടാണ് 3 മാസം അധികാരം ഏറ്റെടുത്ത് തികയുന്നതിന് മുമ്പ് 3 മാസത്തിനുള്ളിൽ 300 കള്ളങ്ങൾ പറഞ്ഞ
ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ നേതാവ് എന്ന് പറയുന്നത് നിർഭാഗ്യവശാൽ എന്റെയും ആങ്കറുടെയും ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെയും മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിന്റെ നേതാവാണ്. ഇപ്പൊ ഡൽഹിയിൽ ഒരു സമരം കഴിഞ്ഞതല്ലേ ഉള്ളൂ. ആ സമരത്തിലൂടെ ഉയർത്തപ്പെട്ട മുദ്രാവാക്യം എന്താണ്? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജി മാത്രമല്ല, അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നതിന്റെ വിശ്വാസ്യതയെ സംബന്ധിച്ച് മാത്രമല്ല, ആ സമരം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. പ്രധാനമന്ത്രി അക്കൗണ്ടബിൾ ആവണം, മന്ത്രിസഭാംഗങ്ങൾ അക്കൗണ്ടബിൾ ആവണം, നമ്മുടെ നാട്ടിലെ ബ്യൂറോക്രസിയും അതോടൊപ്പം സർക്കാർ സംവിധാനങ്ങളും അക്കൗണ്ടബിൾ ആകണം. ഇപ്പൊ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? എഫിഷ്യൻസിയെ സംബന്ധിച്ച്, ട്രാൻസ്പെറൻസിയെ സംബന്ധിച്ച് ഒക്കെ, അക്കൗണ്ടബിലിറ്റിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഇതിന്റെ ഒന്നും മേടയിലെത്തിയ സംഘത്തെ കാണാൻ കഴിയുന്നില്ല. അങ്ങ് ശ്രദ്ധിച്ചോ, ഇന്നും ഇന്നലെയുമായി നടത്തപ്പെട്ട വാർത്താ സമ്മേളനങ്ങളിൽ എല്ലാം സജ്ജമാണ്. ഒരു ദുരിതാശ്വാസ ക്യാമ്പിലും പ്രശ്നമില്ല. ഞങ്ങൾ ഉറപ്പുവരുത്തിയത് എന്താണ്? ഞാൻ മുഖ്യമന്ത്രിയെ തന്നെ കോട്ട് ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ആദ്യം ഭക്ഷണമുണ്ടെന്ന് ഉറപ്പുവരുത്തി, ഞങ്ങൾ പിന്നീട് വെളിച്ചമുണ്ടെന്ന് ഉറപ്പുവരുത്തി, ഞങ്ങൾ പിന്നീട് മെഡിക്കൽ ടീം ഉണ്ടെന്ന് ഉറപ്പുവരുത്തി, ഞങ്ങൾ പിന്നീട് ദുരിതാശ്വാസ ക്യാമ്പിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ ടോയ്ലറ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. ഇന്ന് എത്ര ദുരിതാശ്വാസ ക്യാമ്പുകൾ എന്ന് പരാതി വന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു ദുരിതാശ്വാസ ക്യാമ്പിലെ മുഴുവൻ സ്ത്രീകളും അമ്മമാരും കൈക്കുഞ്ഞുങ്ങളും വിലപിക്കുകയാണ്. ഗ്യാസ് കുറ്റി വരെ തിരിച്ചെടുത്തുകൊണ്ടുപോയി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണമില്ല. ചോദ്യം പ്രവർത്തകരെ കാപ്പിക്കടയാക്കിയ സ്ഥാപനം മാത്രമാണ് ഈ ചങ്ങനാശ്ശേരിയിലെ വാർത്ത നൽകിയതെന്നാണ് എന്റെ ബോധ്യം. കാരണം ഞാൻ ഞങ്ങളുടെ കോട്ടയം റിപ്പോർട്ടറെ വിളിച്ചു ചോദിച്ചു. അതിൽ ചില പ്രശ്നങ്ങളുണ്ട് ചങ്ങനാശ്ശേരിയിലേത്. അതായത് ഒരു കോമ്പൗണ്ടിനുള്ളിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു. ഒന്നിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ആളുകൾ താമസിക്കുന്നു ഒരു കെട്ടിടത്തിൽ, മറ്റിടത്തിൽ ഇന്നലെ പഞ്ചായത്തിൽ നിന്ന്, അതായത് പായിപ്പാട് പഞ്ചായത്തിൽ നിന്നുള്ള ആളുകൾ വന്ന് താമസിക്കുന്നു. അവിടെ അത് 2 ക്യാമ്പുകളും തമ്മിൽ 20-30 മീറ്ററിന്റെ താഴെ ഉള്ളൂ. അപ്പം ഇവർ പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കരുത്താം. ചങ്ങനാശ്ശേരി വിഷയത്തിൽ അങ്ങനെയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ ടൗൺ LP സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലാണ് അനേകം ആളുകൾ. നമ്മൾ അത് സംബന്ധിച്ച് പുറത്തേക്ക് വന്ന ദൃശ്യങ്ങളുണ്ടല്ലോ, ദൃശ്യങ്ങൾ എന്തായാലും നമ്മൾ പറയില്ലല്ലോ. ആ ദൃശ്യങ്ങളിൽ പെട്ട സ്ത്രീകൾ പറയുന്ന കൺസേൺ പ്രധാനപ്പെട്ടതല്ലേ. അങ്ങനെയുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും മറ്റു സംഘങ്ങളും രാവിലെ കൊണ്ടുവന്ന ഗ്യാസ് കുറ്റി ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ ക്രമീകരിച്ചത്? പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു മുന്നറിയിപ്പും കൂടെ അത് എടുത്തുകൊണ്ടുപോയത്? പിന്നെ എന്തടിസ്ഥാനത്തിലാണ് പരാതി പറഞ്ഞവരെ MLA സംഘവും ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചത്? പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ചോദ്യം ചോദിക്കാൻ ചെന്ന റിപ്പോർട്ടറെ സംഘത്തെയും ഭീഷണിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്? അത് മാത്രമാണോ? ഈ കാര്യങ്ങൾ അടക്കം ഞാൻ പറയുമല്ലോ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി 2021 പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് ഏറ്റവും വലിയ പ്രളയമാണല്ലോ കേരളം. ഒരു നൂറ്റാണ്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമാണ് 2018 അന്ന് മുഖ്യമന്ത്രി സഖാവ് പിണറായിയെ കുറിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞ കമന്റ് എന്താണ്? ഈ ഇതുമായി ബന്ധപ്പെട്ട് പറവൂരിലും പ്രദേശത്തുമാണ് ഏറ്റവും വലിയ ദുരന്തമുണ്ടായത്. ഞാൻ വിളിച്ചാൽ ഏറ്റവും കൂടുതൽ തവണ ഫോൺ എടുക്കുന്നത്, ആ സെക്കൻഡിൽ ഫോൺ എടുക്കുന്നത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. അല്ലെങ്കിൽ 10 മിനിറ്റിനകം എന്നെ തിരിച്ചു വിളിക്കും. അങ്ങയുടെ വാർത്താ സംഘം ആ കുട്ടനാട് MLA, ഈ മധ്യ കേരളത്തിൽ ഏറ്റവും വലിയ ദുരിതമുണ്ടായ സ്ഥലം കുട്ടനാടാണല്ലോ. അതിലൊരു പ്രശ്നമുണ്ട്. നമുക്ക് വിമർശിക്കേണ്ടിടത്ത് വിമർശിക്കുക തന്നെ വേണം. പക്ഷേ കുട്ടനാട് MLA റെജി ചെറിയാൻ എന്താണ് പറഞ്ഞത്? ഇന്ന് രാവിലെ ഞാൻ മുഖ്യമന്ത്രിയെ വിളിച്ചു, റവന്യൂ മന്ത്രിയെ വിളിച്ചു, M ലിജുവിനെയും വിളിച്ചു. കാരണം ജില്ലയുടെ ചുമതല M ലിജുവിനാണ്. അവർ രാവിലെയാണ് വിളിച്ചത്. ആ സമയത്ത് ക്യാബിനറ്റ് മീറ്റിംഗിലായിരുന്നു. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കണേ എന്ന് പറഞ്ഞു. അല്ലാതെ വിളിച്ചാൽ കിട്ടാതിരുന്നോ മുഖ്യമന്ത്രി എന്നൊരു പരാതി റെജി ചെറിയാനുണ്ടോ? ഞാൻ വേണമെങ്കിൽ ആ പ്രതികരണം പല മാധ്യമങ്ങളും കൊടുത്തത് ഞാൻ കണ്ടു. അതായത് വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ആളാണ് VD സതീശൻ എന്ന് റെജി ചെറിയാൻ പറഞ്ഞു എന്ന്. പക്ഷേ റെജി ചെറിയാൻ തന്നെ പറഞ്ഞത് വിളിച്ചപ്പം ക്യാബിനറ്റ് മീറ്റിംഗ് ആണ്. ഇപ്പൊ ക്യാബിനറ്റ് മീറ്റിംഗിൽ ഇരിക്കുമ്പം ഒരു മുഖ്യമന്ത്രിക്ക് ഫോൺ എടുക്കാൻ പറ്റുമോ ജയിക്ക്? പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ക്യാബിനറ്റ് മീറ്റിംഗിൽ മന്ത്രിസഭാ യോഗ സമയത്ത് ഫോൺ വിളിച്ചാൽ എടുക്കോ? ഇല്ലല്ലോ. ഇനി എനിക്കതൊരു മറുപടി പറയാമല്ലോ. അപ്പോൾ ഞാൻ കേട്ട പ്രതികരണത്തിൽ ഇപ്രകാരമാണ്: ക്യാബിനറ്റ് മീറ്റിംഗ് എന്തായാലും ഒരു ദിവസക്കാലം അത്രയും, ഒരു പകലത്രയും നീണ്ടു നിൽക്കുന്ന ഒരു ഏർപ്പാടെന്ന തെറ്റിദ്ധാരണ ആങ്കർക്കുമുണ്ടെന്ന് ഞാൻ സത്യസന്ധമായി കരുതുന്നില്ല. അത് സുനിശ്ചിതമായ ക്ലിപ്തതയോടുകൂടിയുള്ള സമയത്തിന് ആരംഭിച്ച് അവസാനിപ്പിക്കുന്ന ഒരു ഏർപ്പാടാണ് ക്യാബിനറ്റ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, ഇത്രയും ഒരു ക്രൈസിസിന്റെ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ക്രൈസിസിന്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു MLA വിളിച്ചിട്ട് വൈകുന്നേരം വരെ പറയുന്നു മുഖ്യമന്ത്രിയെ വിളിച്ചു, റവന്യൂ മന്ത്രിയെ വിളിച്ചു, പ്രതികരണമൊന്നും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ കേട്ടത് രാവിലെയാണ്, വൈകിട്ട് ഞാൻ കേട്ടില്ല. വൈകുന്നേരം ഒരു 2 മണിക്കൂർ മുമ്പ് വരെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അദ്ദേഹം പറയുന്നു
ആ രാവിലെ വിളിച്ച വിളിയെ സംബന്ധിച്ച് ഒരു പ്രതികരണവും ഈ വൈകുന്നേരം വരെ ലഭിച്ചിട്ടില്ല. എന്താ അങ്ങയുടെ അഭിപ്രായം? ഒരു ക്രൈസിസ് ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ദുരന്തവും ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഒരു പ്രദേശത്തെ ജനപ്രതിനിധി വിളിക്കുമ്പോൾ അദ്ദേഹത്തോട് ഒരു പകലത്രയും നീണ്ടു നിൽക്കുന്ന ക്യാബിനറ്റ് യോഗമാണ്, അതുകൊണ്ട് ഇപ്പൊ വിളിക്കാൻ സൗകര്യമില്ല, അല്ലെങ്കിൽ ഇപ്പൊ മറുപടി പറയാൻ പ്രയാസമുണ്ട്, അങ്ങനെ പറയുന്നതാണോ മര്യാദ? അതാണോ കേരളത്തിലെ സർക്കാരിൽ നിന്ന് മുമ്പ് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്? അതായിരുന്നില്ല. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. എന്താണ് അപ്പൊ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അക്കൗണ്ടബിൾ ആകാതെ ഇരിക്കുന്നു, ട്രാൻസ്പെറന്റ് ആകാതിരിക്കുന്നു. ക്രൈസിസ് മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥ വൃന്ദത്തെ, ബ്യൂറോക്രസിയെ എങ്ങനെ അണിനിരത്തണമെന്ന് പറയാതിരിക്കുന്നു. ഒറ്റവാചകം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചു, ദേശാഭിമാനി ഹോട്ട് ഡോഗ് എന്നുള്ളത് ചൂടുപട്ടി എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഇതൊന്നുമല്ല ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളത്. ഞാൻ പറയട്ടെ, വിവർത്തനത്തിൽ ദേശാഭിമാനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഏറ്റു പറഞ്ഞിട്ടുണ്ട്, അത് തിരുത്തേണ്ടതാണ്. പക്ഷേ അങ്ങേക്കറിയാമോ, നമ്മുടെ നാട്ടിൽ 2015 കേരളത്തിലെ ഇന്ത്യയിലെ ഒരൊറ്റ മാധ്യമ സ്ഥാപനമേ ഉള്ളൂ അശ്ലീല ചിത്രം പ്രദർശിപ്പിച്ചു എന്നതിന്റെ പേരിൽ നിരോധനം നേരിടേണ്ട വന്നു. ഒരു ദിവസം അത്രയും സംപ്രേഷണം നിർത്തേണ്ട വന്നു. അതേതാ ആ മാധ്യമ സ്ഥാപനം? കോൺഗ്രസ് പ്രതിനിധിക്ക് അറിയാമോ? 2015 ഏപ്രിൽ മാസം 16 മുതൽ 17 വരെ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചാനൽ കണ്ണടപ്പിച്ചു. എന്താണ് കാരണം? ഹായ് ഹരിതേ എന്ന് പറയുന്ന അശ്ലീല ചിത്രം പ്രദർശിപ്പിച്ചു. ഏതിൽ? ഒരു മുഴുവൻ സമയ വാർത്താ ചാനലിൽ. ആ ചാനൽ നടത്തിയ ആള് വന്നിട്ട് എനിക്കും ആങ്കർക്കും ക്ലാസ് എടുക്കുകയാണ്. വിവർത്തനം എങ്ങനെ ചെയ്യണം, മാധ്യമ സ്ഥാപനം എങ്ങനെ നടത്തണം. ആദ്യം സ്വന്തം മാധ്യമ സ്ഥാപനത്തിൽ അശ്ലീല ചിത്രം പ്രദർശിപ്പിക്കാനുള്ള മര്യാദയെങ്കിലും സമയം കിട്ടുമ്പോ കോൺഗ്രസ് പ്രതിനിധി, അങ്ങയുടെ നേതാവ് തലപ്പത്തിരിക്കുന്ന ചാനലിനും ആ ചാനലിന്റെ മാധ്യമ മുതലാളിമാർക്കും വിവർത്തനത്തെ സംബന്ധിച്ചുള്ള ക്ലാസ് എടുക്കാൻ. ശരി.